ഹായ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു ഡെയിലി വെയർ സ്റ്റൈലാണ് കാണാൻ പോകുന്നുണ്ടല്ലേ. എല്ലാം വളരെ ലിമിറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഫേവറേറ്റ്, അതായത് ഇതിൽ വേറെ ഡിസൈൻസിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഷിബോരി പ്രിന്റഡ് ആണ്, പല കോമ്പിനേഷൻസിൽ ഷിബോരി പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ടോപ്പും ദുപ്പട്ടയൊക്കെ വന്നേക്കുന്നത്. അത് മെയിൻലി ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്. 999 പ്രൈസ്. സോ അപ്പം വെറും 999 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതിന് നല്ല വർത്താണ്. ഇതുണ്ട്, നല്ല സോഫ്റ്റ് കോട്ടയാണ്. ഫ്രണ്ടും ബാക്കും ഇതേപോലെ നിൽക്കും. ഫുൾ ഇങ്ങനെ ഷിബോരി പ്രിന്റഡ് ആണ്. ചില കോമ്പിനേഷൻസിൽ ബ്ലാക്ക്, മെയിൻലി ഇതിലൊരു 95% ആയിട്ട് കളേഴ്സിൻ്റെ കൂടെയും ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ. ചിലതിൽ ബേസിന് തന്നെ ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഇതുണ്ട്, സിമ്പിൾ ആണ്, എന്നാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് വരും. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ. നമുക്കൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്നാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ലുക്ക് തന്നെ വരും. അപ്പോൾ ഇതാണ് ടോപ്പ് വന്നേക്കുക. ഫുൾ ഷിബോരി പ്രിന്റഡ് ആണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയിൽ ബാന്തിനി പ്രിന്റ് ഉണ്ട്. താഴെ ഭാഗം കൂടുതലും ഷിബോരി പ്രിന്റഡ് ആണ്. ഇത് കൂടുതലും ബ്ലാക്ക് കോമൺ ആയതുകൊണ്ട് ബ്ലാക്ക് ബോട്ടമാണ് പെയർ ചെയ്തേക്കുക. അപ്പോൾ അതിലേക്ക് സെക്കൻഡ് കളർ ഈ ഒരു ഗ്രീൻ്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഒരു ലെമൺ യെല്ലോയും ഗ്രീനും, ബോട്ടിൽ ഗ്രീൻ്റെയും കോമ്പിനേഷൻ. ഫ്രണ്ടും ബാക്കും ഒരേപോലെ നിൽക്കും. അപ്പം ഇതിൽ മെയിൻലി ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻസ് വരുന്ന സെറ്റ്സിലാണ് ബ്ലാക്ക് ബോട്ടം യൂസ് ചെയ്തേക്കുക. ഇതിലിപ്പം ബ്ലാക്ക് ഇല്ലാത്തത് കൊണ്ട് ഗ്രീൻ ബേസ് ആയിട്ടുള്ള ബോട്ടമാണ് വരിക. ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുക. ദുപ്പട്ടയിൽ ബാന്തിനി, ബാക്കി താഴെ ഭാഗത്താണ് ഈ ഒരു ഷിബോരി പ്രിന്റഡ് ആയിട്ട് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക് ആണ് കേട്ടോ. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നല്ല കംഫർട്ടബിൾ ആണ്. ആൻഡ് ബോട്ടം ഇതുണ്ടോ, ആ ഒരു ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനിൽ വരും. 999 പ്രൈസ് റേഞ്ചിലാണ്. കുറച്ചധികം കളർ ഷെയ്ഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം കളേഴ്സ് കണ്ടുപോകാം. സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ട ഫാബ്രിക്, മെയിൻലി ഡെയിലി വെയർ പാറ്റേണിലാണിത് ചെയ്തേക്കുന്നത്. അതല്ലേ അടുത്ത കളർ, നല്ല നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ ഇച്ചിരി ഡാർക്ക് ആയിട്ട് നിൽക്കും. നല്ല കോമ്പിനേഷൻ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. വേണമെങ്കിൽ ഒരു ഹൈനെക്ക് കോളറൊക്കെ വെച്ച് തയ്ച്ചാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടും. അടുത്ത കളർ വന്നേക്കുന്നത് എല്ലാം പൊളി കളേഴ്സ് ആട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവൽ തന്നെ നിൽക്കും. ഇതൊരു കൈൻഡ് ഓഫ് നല്ലൊരു ഓറഞ്ച്, ചെറിയൊരു റെഡ് ബ്ലെൻഡഡ് ഓറഞ്ച് വിത്ത് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് മെയിനായിട്ട് വരിക. പിന്നെ ബോട്ടം എല്ലാത്തിലും ബ്ലാക്ക് തന്നെയാണ്. സോ ഇതാണ് അടുത്ത കോമ്പിനേഷൻ. ഇതിൽ ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ ബോട്ടം ബ്ലാക്ക് അല്ല. ഇതുണ്ടോ, ഈ സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ലാവൻഡറും വയലറ്റും ആണ് കോമ്പിനേഷൻ. ഇതിലങ്ങനെ കോമ്പിനേഷൻ നോക്കണ്ട, എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ്. ഇതിനകത്തൊരു കൈൻഡ് ഓഫ് ഗ്രീനിഷ് യെല്ലോ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇതിൽ ബ്ലാക്ക് ഇല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കു കോഫി ബ്രൗൺ അങ്ങനത്തെ കോംബോ ആണ്. അതുകൊണ്ട് തന്നെ ആ കോഫി ബ്രൗണിൻ്റെ കോമ്പിനേഷനാണ് ബോട്ടത്തിൽ. ഇതാണ് അതിൽ അടുത്ത കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. സോ ആ ഒരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുക. ഒരു ടീൽ ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ്, അത്രയും ബ്രൈറ്റ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ, കുറച്ചധികം കളേഴ്സ് വരുന്നുണ്ട്. ഇത് വീഡിയോയിൽ കാണുന്ന അത്രയും ബ്രൈറ്റ്നസ് ഈ ബ്ലൂവിനില്ല, ഇച്ചിരി ലൈറ്റ് ആയിട്ട് നിൽക്കും. നല്ലൊരു കോമ്പിനേഷനാണ്. സോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ. കൊണ്ടോ കുറച്ചധികം കോമ്പിനേഷൻ, എല്ലാം പൊളിയാണ്. വെറും 999 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.